സോ ഇന്നൊരു സിമ്പിൾ ഗെറ്റ് റെഡി വിത്ത് മീ ആണ്. എനിക്ക് ഗെറ്റ് റെഡി വിത്ത് മീ ചെയ്യാൻ ഭയങ്കര ഇഷ്ടമാണ്. സോ ഞാൻ എപ്പോഴും ഗെറ്റ് റെഡി വിത്ത് മീ ചെയ്തുകൊണ്ടിരിക്കും. പിന്നെ ഞാൻ ഇന്ന് ഇടാൻ പോകുന്ന ഡ്രസ്സ് ഞാൻ അങ്ങനെ പുറത്തൊന്നും അങ്ങനെ സ്റ്റൈൽ ചെയ്യാത്തൊരു ടൈപ്പ് ഡ്രസ്സാണ്. സോ ഞാൻ ഡ്രസ്സ് കാണിച്ചു. സോ ഞാൻ ഇന്ന് പെയർ ചെയ്യാൻ പോകുന്നത് ഈ ഒരു ടീഷർട്ടും പിന്നെ ഈ ഒരു ജീൻസും ആണ്. ഇത് അത്യാവശ്യം നല്ല പഴക്കമുള്ളൊരു ജീൻസാണ്. പക്ഷെ ഞാൻ കുറേ നാളെ ഇട്ടിട്ട് സോ ഞാൻ ഒന്ന് ട്രൈ ചെയ്യാൻ വിചാരിച്ചു. സോ ഞാൻ റെഡിയായി. സോ ഇതാണ് എൻ്റെ ഡ്രസ്സ്. സോ ഇതാണ് ഞാൻ പെയർ ചെയ്തിട്ടുള്ളത്. ഈ ജീൻസ് അത്യാവശ്യം നല്ല പഴക്കമുള്ള ജീൻസാണ്. 2 ഇയേഴ്സ് മുന്നത്തെ. പിന്നെ ഇങ്ങനത്തെ കുറേ ഡ്രസ്സസ് എനിക്കുണ്ട്. പക്ഷെ ഞാൻ ഇത് ഹാഫ് സ്ലീവ് ആണ് അധികവും ഞാൻ അങ്ങനെ യൂസ് ചെയ്യാറില്ല. കൂടുതലും ഞാൻ വീട്ടിൽ എന്തെങ്കിലും വീഡിയോസ് എടുക്കാൻ വീട്ടിലൊക്കെ യൂസ് ചെയ്യാം. സോ ഞാൻ വിചാരിച്ചു എനിക്ക് മേക്കപ്പ് എടുക്കാം. സോ ഫസ്റ്റ് തന്നെ ഞാൻ മേക്കപ്പ് ചെയ്യുന്നതിന് എൻ്റെ ഹെയർ പോണിറ്റൈൽ വെക്കും. സോ എൻ്റെ ഗെറ്റ് റെഡി വിത്തിൻ്റെ സാധനങ്ങളൊക്കെ ഉണ്ട്. ഈ ഒരു സ്മിത്തിൻ്റെ പൗച്ചിലാണുള്ളത്. സോ ഫസ്റ്റ് തന്നെ ഞാൻ ഈ നിവ്യയുടെ ഒരു മോയ്സ്ചറൈസർ കൂടി വെക്കുന്നുണ്ട്. ഇത് ഡ്രൈ സ്കിന്നുകാർക്ക് ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള ഒരു മോയ്സ്ചറൈസർ ആണ്. ഇത് അത്യാവശ്യം ക്ലൈമറ്റ് മാറി സഞ്ചരിക്കുന്ന ഒരു സ്കിന്നായതുകൊണ്ട് എനിക്ക് ഇങ്ങനെ ഒരു പ്രൊഡക്റ്റ് എൻ്റെ സ്കിന്നിനൊന്നും പറയാനായിട്ടില്ല. സോ ഞാൻ എൻ്റെ സ്കിന്നിന് അപ്പം എന്താ സ്യൂട്ട് ആവുന്ന ആ ഒരു ടൈപ്പ് സംഭവമാണ് ഞാൻ യൂസ് ചെയ്യാറ്. ഓയിലി സ്കിന്നുകാർ ഈ ഒരു ക്രീം എന്തെങ്കിലും ഓയിലിയാണ് ബേസ് എന്തായിപ്പോഴും ഞാൻ കാണിക്കുന്ന പോലെ തന്നെ നമ്മുടെ പ്ലമ്മിൻ്റെ ഈ ഒരു ക്രീമാണ്. കേട്ടോ, ഇതാണ് എൻ്റെ ടെക്സ്ചർ. ഇതിലൊരു 2 ഡ്രോപ്പ് മതി. ഈ ക്രീം ഞാൻ ഇങ്ങനെ ഡാബ് ചെയ്യാറാണ് പതിവ്. അടുത്തത് ഞാൻ ബ്ലഷാണ്. ബ്ലഷിന് ഞാൻ യൂസ് ചെയ്യുന്നത് സ്റ്റുഡിയോയുടെ ഈ ഒരു ഷെയ്ഡാണ്. സാറ്റിൻ ഡിവൈൻ എന്ന് പറയുന്ന ഒരു ഷെയ്ഡാണ്. ബേസ് ഞാൻ യൂസ് ചെയ്ത് തിന്നും ചെയ്യണേ. ഞാൻ ബ്ലഷ് അപ്ലൈ ചെയ്യുന്നതാണ് ഇങ്ങോട്ടാക്കിയിട്ട് ഞാൻ കുറച്ചധികം നാളായിട്ട് യൂസ് ചെയ്യുന്ന എൻ്റെ മാൾസിൻ്റെ ഈ ഒരു ഷെയ്ഡാണ്. എന്തോ ഒരു 07 എന്തോ എനിക്കിപ്പോൾ കറക്റ്റ് പ്രൊണൗൺസ് ചെയ്യാറില്ല. സൂപ്പർ മാറ്റാണ്. സോ നമ്മൾ റെഡിയായി കഴിഞ്ഞു. ഇനി ഹെയർ 2 പുഷ് എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഹെയർ കെട്ടാം. പുറകിലും മെൽ പാർട്ടീഷൻ കൊടുക്കുക. എനിക്ക് തീരെ മുടിയില്ല ഗൈസ്. എനിക്ക് ഹെയർ സ്റ്റൈൽ ട്രൈ ചെയ്യാമെന്നുള്ളത് അതിനുള്ള ഹെയർ ഒന്നും എനിക്കില്ല. ബട്ട് നോക്കി ഹെയർ സ്റ്റൈൽ ട്രൈ ചെയ്യാം. ബാക്കിൽ കെട്ടാമെന്ന് എനിക്കറിയില്ല. സോ ഇതാണ് എൻ്റെ സിമ്പിൾ ഗെറ്റ് റെഡി വിത്ത് മീ. സോ എൻ്റെ സിമ്പിൾ ഗെറ്റ് റെഡി വിത്ത് മീ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യും. ബൈ ബൈ.